حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا تقي الدين محمد الظالمي القادري رضي الله تعالى عنه وإلى حضرة أستاذنا الشهيد علي رضي الله تعالى عنه وابن أستاذ رضي الله عنه جميع أساتذتنا مشايخنا مصنف في هذا الكتاب الشراحي رضي الله عنه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. قال الفضيل رضي الله عنه لو حلفت ഞാൻ സത്യം ചെയ്യുകയാണെങ്കിൽ അന്നീ മുറായിൻ ഞാൻ ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് ഞാൻ സത്യം ചെയ്താൽ അങ്ങനെ സത്യം ചെയ്യലാകുന്നത് അന്ന ഹലിഫ എന്നൊക്കെ സങ്കല്പിക്കണമെന്നായിരിക്കണം അവിടെ. അങ്ങനെ ഒരു നുസ്ഖയുണ്ട് താനും അന്ന ഹലിഫ അപ്പോൾ മുത്തതയാവും അന്നി മുറായിൻ അത് അഹബ്ബു ഇലയ്യ എന്നിലേക്ക് ഏറ്റവും അഹബ്ബായതാണ് മിൻ അന്ന ഹലിഫ അന്നി ഞാൻ സത്യം ചെയ്യുന്നതിനേക്കാൾ അന്നി ലസ്തു ബി മുറായിൻ എന്ന് സത്യം ചെയ്യുന്നതിനേക്കാൾ ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല വല്ലാഹി എന്ന സത്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് എനിക്കേറ്റവും അഹബ്ബായത് ലോകമാന്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് സത്യം ചെയ്താണ് എന്ന് ഫുളൈലുൽ പറഞ്ഞത്. നമ്മളങ്ങനെ എന്താണ് എല്ലാ അയ്ബുകളെ തൊട്ട് ഒഴിവായ ആളാണെന്നൊരു ഒരു എന്ത് വേണ്ട ഒരു 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 രുജുബ് കൽബിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർ. അതുപോലെ നമ്മൾ നാളെ അങ്ങനെ ചെയ്യണ്ട. അത് സാലിഹീങ്ങളുടെ മറാത്തിബകൾ അനുസരിച്ചുകൊണ്ട് അത് ഇഖ്തിലാഫാകും. മനസ്സിലായില്ല? അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം അത് പറഞ്ഞത്. സ്വന്തം നഫ്സിനെ എന്ത് ചെയ്യുക, താഴ്ത്തി കെട്ടുക എന്ന്. നമ്മൾ ചെയ്യുന്നൊക്കെ ലോകമാന്യതയ്ക്ക് വേണ്ടിയപ്പാ എന്നൊരു സ്വന്തം നഫ്സിനെ താഴ്ത്തി കെട്ടുക എന്ന ഒരടിസ്ഥാനത്തിലായിരിക്കണം ആ പറഞ്ഞത്. അല്ല പിന്നെ എന്തല്ല ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആളാണെന്ന് അറിയിക്കലല്ല അതിൻ്റെ ഉദ്ദേശം. അല്ലാഹു യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാഉ. പിന്നെ മഫ്സദുകളെ ദർഉ ചെയ്യുക. ദർഉൽ മഫാസിദി മുഖദ്ദമൻ അലാ ജൽബിൽ മസാലിഹി എന്നാണല്ലോ. വലൗ ഹലഫ്തു ഞാൻ സത്യം ചെയ്തെങ്കിൽ എന്ത് അന്നീ മുറായിൻ എന്ന് ഞാൻ സത്യം ചെയ്തെങ്കിൽ അഹബ്ബു ഇലയ്യ എന്ന് ശർത്തിയായ കഥയാണ് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനിപ്പോൾ എന്താവണമെന്നില്ല. അത് ഖാരിജിൽ മൗജൂദാകണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കണക്ക് തന്നെയാണ്. അവർ പരാഗണം നടത്തി, നിങ്ങൾ പരാഗണം നടത്തിയില്ലെങ്കിൽ മതിയാകുമായിരുന്നു. അത് മുഹമ്മലായ കഥയാണല്ലോ. പരാഗണം നടത്താതിരിക്കുമ്പോഴെല്ലാം അങ്ങനെ ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞാൽ എന്താ വൈബറിയില്ല എന്നൊക്കെ പറയാൻ പറ്റും. അത് വേറെ ചർച്ചകളാണ്. പോട്ടെ, ഞാനിപ്പോൾ അതിനകത്തൊന്നും കിടക്കുന്നില്ല. ഏതായാലും ശർത്തിയായ കഥയായതുകൊണ്ട് പിന്നെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആവണമെന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ ആയിരുന്നെങ്കിൽ അഹബ്ബു ഇലയ്യ അങ്ങനെ ആകണം എന്നോ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച ആളൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതിപ്പോൾ പിന്നെ നമ്മൾ ഇനി അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ഏതായാലും ഈ റിയാ വളരെ വിഷയമാണ്. ലോകമാന്യത എന്ന് പറയുന്നത് റിയാഉൽ ആരിഫീൻ അഫ്ളലു മിൻ ഇഖ്ലാസിൽ മുരീദീൻ. فإن إخلاص المريدين سلامتهم من أول رتب الرياء المحرم ورياء العارفين التفاتهم إلى عملهم ونظرهم إلى حسنه في حال عبادتهم. അതാണ് അവരെ റിയാ. ചെയ്യുന്ന അമലുകളിലേക്ക് അമലുകൾ ചെയ്യുമ്പോൾ അതിലേക്ക് നല്ലതാണെന്നങ്ങ് ഒരു 1.5 അപ്പോൾ അങ്ങനെയാണ്. സ്വന്തം അമലിങ്ങനെ ചെയ്യുമ്പോൾ നല്ലതായി കാണുക. അത് അവർക്കത് ഒരു ഹരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വേണ്ടെന്ന്. ഹരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലാഹ് എന്നതൊക്കെയാണ് അവിടെ ഹാസ്യക്കാരും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത്. വഖാലൽ ഫുളൈലു റളിയല്ലാഹു അൻഹു തർക്കുൽ അമൽ ലിഅജലിൻ നാസ് ഹുവ റിയാ. ജനങ്ങൾ കാണാൻ വേണ്ടി കാണുമെന്ന് വിചാരിച്ചിട്ട് അമൽ ചെയ്യാതിരിക്കൽ അത് റിയാഅാണ്. കണ്ടല്ലേ, ഈ സുബഹിക്കരിക്കാതെ എങ്ങനെ അല്ലാഹു വിട്ട് വരുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ വിചാരം കുനൂത്തോതായിരിക്കൽ. അതിപ്പോൾ ആൾക്കാർ കണ്ടെന്ന് വിചാരിക്കും കുനൂത്തോതില്ല സുബഹിക്കരിക്കില്ലാന്ന് വിചാരിച്ച ആൾക്കാർ അതുകൊണ്ട് കുനൂത്ത് ഓതണ്ടെന്ന് വിചാരിക്കാം.
അത് റിയാ ആണ്, അത് വേണ്ട. മനസ്സിലായില്ലേ? അത് വേണ്ട. തർക്കുൽ അമലി അജലിൻ നാസി, ഇഖ്ലാസ് കൊണ്ട് അയാൾ വലിയ ഇഖ്ലാസുള്ള ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അത് ഹുവ റിയാവും. ഇനി റിയാൽ സംഭവിക്കുമെന്ന് പേടിച്ചിട്ട് അതിനങ്ങ് ഉപേക്ഷിച്ചതാണെങ്കിൽ ഫലൈസ ബിരിയായി. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. സംഗതി വൈകാന താരിഖു മുഖിയാൻ ലോകു ബൽ ഹഖു എംഫിയ ദാലിക്കൽ ഖാത്തിറവയാണല്ല. ഞാനിപ്പോൾ നിക്കരിച്ചാൽ വലിയ നിക്കാരക്കാരനാണെന്ന് ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ നിക്കരിക്കുന്നില്ല, സുന്നത്ത് നിക്കരിച്ചാൽ അതൊന്നും വേണ്ട. അതൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി വെക്കണം. എന്തിനാ? ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടില്ല. പഠിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ നിക്കരിച്ച് നോക്കണം. മനസ്സിലായില്ലേ? കുഴപ്പമോ അവനെ സമ്മതിക്കില്ല ഇത് പാലെടുക്കാൻ. ഖാലൽ ഫുളൈലു തർക്കുൽ അമലി അജലിൻ നാസി ഹുവ റിയാ വൽ അമലി അജലിൻ നാസി ഹുവ ശിർക്ക്. ജനങ്ങൾ കാണട്ടെ നോക്കുമ്പോൾ തൃപ്തി രണ്ടിനോട് അല്ലാഹു തആലയ്ക്ക് വേണ്ടിയിട്ട് ആകലോടുകൂടി ജനങ്ങൾ കാണട്ടെ എന്ന് വെച്ചാൽ അത് ശിർക്കായി. അത് രണ്ട് കൂറാക്കലായി. ജനങ്ങൾക്ക് വേണ്ടി ഖാസത്തനാണെങ്കിൽ അത് റിയാ ആകും, അല്ലെങ്കിൽ അത് കുഫറായി തീരും. ഏതായാലും ആ ബാബ് വലിയ ബാബാണ്. മഹാനായ സലീമാമിൻ്റെ ഒക്കെ അവിടെ നോക്കിയൊന്ന് പഠിക്കലൊക്കെ നല്ലതാണെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ ഉലൂമുദ്ദീനകത്ത് കൂടി മഹാനായ നമ്മളെ ജമാൽ ഉസ്താദ് അദ്ദാൻ ഉസ്താദിൻ്റെ പേര് ഒരു ഉസ്താദ് എടുക്കുന്നുണ്ടല്ലോ. ജനങ്ങൾ അയാളിലേക്ക് മുന്നിട്ട് വരിക, ജനങ്ങളുടെ സ്തുതികീർത്തനങ്ങൾ കിട്ടുക എന്ന അടിസ്ഥാനത്തിലേക്കാകുമ്പോൾ അത് ശിർക്കാവും, ശിർക്കുൽ ഖഫിയാകും എന്നൊക്കെയാണ് അതിൻ്റെ ലാഹിറായ മാന. വഖാല അബൂ അലി റാസി റഹ്മത്തുള്ളാഹി പറയുന്നു, സഹബത്തുൽ ഫുളൈല, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ഞാൻ സഹകരിച്ചു. 30 സന 30 വർഷം സഹകരിച്ചു. വലം മാ റഅയ്തുഹു, ഞാൻ അവരെ കണ്ടില്ല. ളാഹിക്കൻ, ചിരിക്കുന്നതായിട്ടും കണ്ടില്ല. വല മുതബസ്സിമൻ, പുഞ്ചിരിക്കുന്നതും കണ്ടില്ല. ഏത് ദിവസം അല്ലാതെ ഇല്ല യൗമ മാത ബിനു, മകൻ മരിച്ച ദിവസം. അലിയുൻ എന്ന കുട്ടി മരിച്ചപ്പോൾ ചിരിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ ചിരിക്കുന്നത്? ഫീ ദാലിക ഫഖാല ഇന്നല്ലാഹ അഹബ്ബ അംറൻ ഫഅഹബബ്തു ദാലിക. അല്ലാഹു വലിയ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു, ഞാനത് എനിക്കതിനകത്ത് ഇഷ്ടമായി, അപ്പോൾ ഞാൻ ചിരിച്ചതാണ്. അപ്പോൾ എന്തായി? അപ്പോൾ ബാക്കിയുള്ള സമയങ്ങൾ മുഴുക്കയും മഹാനവറുകൾ ഹുസ്നിലാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഫുളൈൽ മരിച്ചാൽ ഹുസ്ൻ തീർന്നു ഒരാൾ പറഞ്ഞല്ലോ. ഫുളൈൽ റളിയല്ലാഹു മരിച്ചാൽ പിന്നെ ഇവിടെ ഹുസ്ൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. എല്ലാ സമയത്തിലും ഹുസ്നുള്ള ആളാണ്. നല്ലോണം ചിരിച്ചപ്പോഴാണ്, മകൻ മരിച്ചപ്പോഴാണ്. അപ്പോൾ അങ്ങനെയാണ്, മകൻ മരിക്കുമ്പോൾ ദുഃഖം ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല തന്ന കുട്ടി അല്ലാഹു തആല വിളിച്ച് പോട്ടെ മകന്നോണം. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ട് തൃപ്തിപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനെ വെളിവാക്കുകയും ചെയ്തു. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖാലൽ ഫുളൈലു ഇന്നി ലഅസി അല്ലാഹ, ഞാൻ അള്ളാഹിന് ചിലപ്പം ചിലതൊക്കെ ഇളങ്ങലുകൾ ചെയ്യും, മാറുകേട് ചെയ്യും. പക്ഷേ ഫഅരിഫു ദാലിക, ആ മാറുകേട് ചെയ്തതിൻ്റെ ഫലം ഞാൻ മനസ്സിലാക്കുന്നത് ഫീ ഖുലുഖി ഹിമാരി വ ഖാദിമി, എൻ്റെ ഹിമാറും എൻ്റെ ഖാദിമും സ്വഭാവത്തിലാണ്. മനസ്സിലായോ? അങ്ങനെയുണ്ട് ചില മഹാന്മാർക്ക്. എൻ്റെ ഖാദിമും എൻ്റെ കുതിരയും മോട്ട് കാണിച്ചെന്ന് ഞാൻ മനസ്സിലാക്കും. മോട്ട് കാണിക്കുന്ന കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കി എന്തോ എൻ്റെ ഭാഗത്ത് നിന്നും ഒരു സൂഇല്ലാതെ അള്ളാഹിൻ്റെ ഭാഗത്തിലേക്ക് ചേർന്ന് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാർക്കുള്ളൊരു പ്രത്യേകമായ ഒരു പവറാണ്. ഇദാ ഖസ്സറു ഫീ അഹ്വാലിഹിം ഫീമാ ബൈനഹും വ ബൈനഹു അദ്ദബഹു, അല്ലാഹു തആല അവരെ തഅദീബ് അദബ് പഠിപ്പിക്കുന്നു. യർജിഉ ഇലൈഹി ബിസുറൂർ, പെട്ടെന്ന് മടങ്ങി വരാൻ വേണ്ടിയിട്ട്. വതആലതൻ യുഅ്കസു അലൈഹിം അസ്ബാബ ദുനിയാഹും വതആലതൻ ഉഖറ അസ്ബാബ ആഖിറതിഹിം മിൻ തഗയ്യുരി ഖുലൂബിഹിം വഅദിമി നശാതിഹിം, ഉന്മേഷം കാണത്തില്ല. അങ്ങനെ അല്ലാഹു തആലയിലേക്ക് സുആല് കൊണ്ടും തദല്ലുൽ കൊണ്ടും മടങ്ങിയാൽ അല്ലാഹു തആല എന്ത് ചെയ്യും? പിന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക്.